സത്യത്തിൽ കണ്ണനെ പറ്റി എത്ര സംസാരിച്ചാലും എനിക്ക് മതിയാവില്ല. കണ്ണൻ്റെ കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണനെ പറ്റി ഒരാൾ സംസാരിക്കുമ്പോൾ അതിങ്ങനെ നമുക്ക് വാതോരാതെ കണ്ണനെ പറ്റി സംസാരിച്ചു പോകുന്നൊരു ഇതാണ് എനിക്ക് കേട്ടോ. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. കണ്ണൻ്റെ കഥകൾ കേൾക്കാനും കണ്ണനെ പറ്റി പറയാനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഭയങ്കര ഇഷ്ടമാണ്. ചില സമയം കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അത്. പിന്നെ കണ്ണൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വെറുതെ പറഞ്ഞാൽ പോലും അതവൻ നേടിയെടുക്കും. അത് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കഥ ഉണ്ടായി. അത് ഞാൻ നിങ്ങളോട് പറയാമേ. അതായത് ഒരാൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഒരു ശംഖ് വാങ്ങിച്ചു. അപ്പോൾ ശംഖ് വാങ്ങിച്ചപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ അയാളത് പൂജിക്കാൻ കൊണ്ടുവന്നപ്പോൾ പൂജാരി പറഞ്ഞു, ഇത് നല്ല ശംഖാണല്ലോ, ഇത് കണ്ണന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇത് കണ്ണന് വേണ്ടി വരുന്ന. അയാൾ വെറുതെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ശംഖ് പൂജിച്ച് അത് തിരിച്ച് അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ച് അയാൾ അതും കൊണ്ട് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം അയാളുണ്ട് ആ ശംഖുമായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ പൂജാരി ചോദിച്ചു, എന്താണ് അങ്ങ് ഇത്രയും വില പിടിപ്പുള്ള, അതായത് ഇത്രയും അങ്ങേക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയ ശംഖ് തിരിച്ചു കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ പോലും അങ്ങത് ഭഗവാന് കൊടുക്കൂല എന്ന് എന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ടും അങ്ങെന്താണ് ഇതും കൊണ്ട് തിരിച്ചു വന്നതെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞു, എനിക്ക് ഇതും കൊണ്ട് പോയിട്ട് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉണ്ണി രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ആ ശങ്കർക്ക് വേണം. ഒറ്റ വാശി. അയാൾക്കത് മനസ്സിന് ഭയങ്കര വിഷമായി. അയാളത് തിരിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇത് കണ്ണൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ കണ്ണൻ. കണ്ണൻ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ് കണ്ണന് കേട്ടോ. നമ്മൾ നാരായണാലയത്തിൽ ഇത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമില്ലേ, ഇത് പൂന്താനം നമ്പൂതിരി പൂജിച്ച വിഗ്രഹമാണ് കേട്ടോ. പൂന്താനം നമ്പൂതിരി ഉടലോടെ സ്വർഗത്തിൽ പോയി എന്ന് വിശ്വസിക്കുന്ന അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണ വിഗ്രഹമാണത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.